500 വർഗങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിലും അവയിൽ പലതും ഇന്ന് നാമാവശേഷമായിട്ടുണ്ട്. നാമാവശേഷമായ വലുതും ചെറുതുമായ ഇത്തരം കുരങ്ങുകളുടെ തലയോട്ടികൾ തങ്ങളുടെ ഭാവനാവിലാസങ്ങളെ സ്വതന്ത്രമായി വിടാൻ പരിണാമവാദികൾക്ക് വലിയൊരു സ്രോതസ്സായി തീർന്നു. നാമാവശേഷമായ കുരങ്ങുവർഗങ്ങളുടെ ചെറുതും വലുതുമായ തലയോട്ടികളും അതോടൊപ്പം നശിച്ചുപോയ ചില നരവർഗങ്ങളുടെ തലയോട്ടികളും ക്രമീകരിച്ചു വെച്ചുകൊണ്ട് പരിണാമവാദികൾ മനുഷ്യ പരിണാമം എന്ന സങ്കല്പ ചിത്രം പടച്ചുണ്ടാക്കി. ഈ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി സമൂഹം വംശനാശം വന്ന വാനര സമൂഹമായ അസ്ട്രലോപിത്തിക്കസ് ആണ്. 1924 റൈമൺ ഡാർട്ട് എന്ന പാലിയന്റോളജിസ്റ്റാണ് ആദ്യത്തെ അസ്ട്രലോപിത്തിക്കസ് ഫോസിൽ കണ്ടെടുത്തത്. തെക്കൻ കുരങ്ങ് എന്ന് നാമധേയം ചെയ്യപ്പെട്ട ഈ വർഗം മനുഷ്യ സമാനമായ ജീവിയാണെന്നായിരുന്നു പരിണാമത്തിന്റെ വക്താക്കളുടെ വാദം. ആസ്ട്രലോപിത്തിക്കസിന്റെയും ചിമ്പാൻസിയുടെയും അസ്ഥിപഞ്ജരങ്ങൾ താരതമ്യത്തിന് വിധേയമാക്കിയതോടെ ഈ വാദം പൊളിഞ്ഞു. അവ തമ്മിൽ കാര്യമായ അന്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മറ്റു വാരണന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ആസ്ട്രലോപിത്തിക്കസ് 2 കാലിൽ നിവർന്ന് നടക്കുന്നവയായിരുന്നുവെന്ന സങ്കല്പത്തിലാണ് പരിണാമവാദികൾ എത്തിച്ചേർന്നത്. ലോക പ്രശസ്തരായ സോളി സുക്കർമാൻ, ചാൾസ് ഓക്സ്നാഡ് എന്നീ പാലിയന്റോളജിസ്റ്റുകൾ ഈ അവകാശവാദത്തെ പൂർണ്ണമായി നിരാകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യന്റെ പൂർവികനായി പരിണാമവാദികൾ സങ്കല്പിക്കുന്ന വർഗം വംശനാശം വന്ന ഒരു കുരങ്ങുവർഗം മാത്രമാണ് എന്നർത്ഥം. ഹോമോ എറക്ടസ്, ഹോമോ എർഗാസ്റ്റർ, ഹോമോ സാപ്പിയൻസ് അർഖായിക് തുടങ്ങിയ പരിണാമവാദികൾ പറയാറുള്ള പരിണാമ ശൃംഖലയിലെ വർഗങ്ങൾ യഥാർത്ഥത്തിൽ വ്യത്യസ്ത നരവർഗങ്ങൾ മാത്രമാണ്. ആധുനിക മനുഷ്യന്റെ അസ്ഥിപഞ്ജരത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഈ നരവർഗങ്ങളുടെ അസ്ഥികൂടങ്ങൾക്കുണ്ടായിരുന്നില്ലെന്നാണ് അവയെക്കുറിച്ച് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അവയുടെ തലയോട്ടിയിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളത്. ഈ വ്യത്യാസങ്ങളാവട്ടെ ഇന്ന് ഭൂമിയിൽ നിവസിക്കുന്ന വ്യത്യസ്ത നരവർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ നിന്ന് അല്പം പോലും അധികമല്ലെന്നതാണ് വാസ്തവം. ഹോമോ ഇറക്ടസ് എന്ന് വിളിക്കപ്പെടുന്നവരുടെയും ആധുനിക മനുഷ്യരുടെയും തലയോട്ടികൾ തമ്മിലുണ്ടെന്ന് പറയപ്പെടുന്ന വ്യത്യാസം കേവലം നരവർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമാണെന്ന വസ്തുത പ്രസിദ്ധ പരിണാമവാദിയും പാലിയന്റോളജിസ്റ്റുമായ റിച്ചാർഡ് ലീക്ക് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ വ്യത്യാസങ്ങൾ ആധുനിക മനുഷ്യരിൽ ഭൂമിശാസ്ത്രപരമായി നിലനിൽക്കുന്ന വർഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങളിൽ നിന്ന് അല്പം പോലും കൂടിയതല്ല. ഈ വസ്തുതകൾക്കെതിരെയുള്ള പരിണാമവാദികളുടെ ആയുധം കേവലം പ്രചരണങ്ങൾ മാത്രമാണ്. പരിണാമവാദ പ്രസിദ്ധീകരണങ്ങളിൽ കാണപ്പെടുന്ന സാങ്കല്പിക ചിത്രങ്ങൾ അടിസ്ഥാനരഹിതവും സാധാരണക്കാരെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമാണ്. കുരങ്ങുകൾക്കും മനുഷ്യർക്കുമിടയിലുള്ള നരവാനരന്മാർ ജീവിച്ചിരുന്നുവെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പ്രസ്തുത ചിത്രങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ല. സാധാരണക്കാരെയും ശാസ്ത്ര കുതുകികളെയും വഴിതെറ്റിക്കുവാനായി ബോധപൂർവം പടച്ചുവിടുന്ന ഇത്തരം ആഭാസങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ ലേബൽ നൽകുകയാണ് പരിണാമവാദികൾ ചെയ്യുന്നത്. പ്രസിദ്ധങ്ങളായ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ പോലും ഇത്തരം സാങ്കല്പിക വർഗങ്ങളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവയെ ഉപയോഗിച്ച് പരിണാമ വൃക്ഷം പടച്ച് ലോകത്തിന് സമർപ്പിച്ച് സായുജ്യമടയുകയും ചെയ്യുന്നു. പരിണാമവാദികളുടെ സർഗശേഷി സാങ്കല്പിക ചിത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നരവാനരന്മാർ ഉൾക്കൊള്ളുന്ന സിനിമകൾ പോലും പുറത്തിറക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇതെല്ലാം ശുദ്ധമായ ചതി മാത്രമാണ്. ഒരു തലയോട്ടിയുടെയോ എല്ലിന്റെയോ കഷ്ണം മാത്രമാണ് ഇത്തരം കൊടും ചതികൾക്ക് തെളിവായി ഇവരുടെ കൈവശമുള്ളത്. മുടി, ത്വക്ക്, മൂക്ക്, കാതുകൾ, ചുണ്ടുകൾ, മുഖത്തെ മറ്റു പ്രത്യേകതകൾ എന്നിവയൊന്നും തന്നെ ഒരു എല്ലിൻ കഷ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിർണയിക്കുക സാധ്യമല്ല. ഫോസിലുകളിൽ നിന്ന് യാതൊരു തരത്തിലും അനുമാനിച്ചുണ്ടാക്കാൻ കഴിയാത്ത ഈ കലകളെയെല്ലാം പരിണാമവാദികൾ സങ്കല്പത്തിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നു. തങ്ങളുടെ സിദ്ധാന്തം തെളിയിക്കാൻ ആവശ്യമായ മോഡലുകൾ
അവരുടെ വർക്ക് ഷോപ്പുകളിൽ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഹാർവേഡ് സർവകലാശാലയിലെ ഏണസ്റ്റ് ഹൂട്ടൻ ഇത്തരം ചിത്രങ്ങൾക്കൊന്നും തന്നെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയാന്തർദാൽ തലയോടിൽ നിന്ന് ചിമ്പാൻസിയുടെയോ തത്വചിന്തകന്റെയോ മോഡലുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കാകുമായിരിക്കും. എന്നാൽ മനുഷ്യരുടെ പൂർവികരെ കുറിച്ച ഈ മോഡലുകൾക്കെല്ലാം വളരെ കുറഞ്ഞ ശാസ്ത്രീയ അടിത്തറ മാത്രമേയുള്ളൂ. അത് പൊതുജനത്തെ വഴിതെറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരേ തലയോട്ടിയിൽ നിന്നു തന്നെ വ്യത്യസ്ത രൂപങ്ങൾ പരച്ചുണ്ടാക്കാൻ മാത്രം സർഗധനമാണ് പരിണാമവാദികളുടെ ഭാവന. സിൻജാന്ത്രോപ്പസ് എന്ന് വിളിക്കപ്പെട്ട ഫോസിലിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർമ്മിച്ചെടുത്ത തികച്ചും വ്യത്യസ്തങ്ങളായ 3 മോഡലുകൾ അവരുടെ സൃഷ്ടി വൈഭവവും ഒപ്പം തന്നെ ശാസ്ത്രത്തിന്റെ പേരിൽ നുണക്കഥകൾ പ്രചരിപ്പിക്കുവാനുള്ള അവരുടെ സിദ്ധിയും സുതരാം വെളിപ്പെടുത്തുന്നു. ചിത്രങ്ങളും മോഡലുകളും ഉണ്ടാക്കുക മാത്രമല്ല പരിണാമവാദികൾ ചെയ്യാറ്, പലപ്പോഴും ബോധപൂർവം തന്നെ കള്ളത്തരങ്ങൾ പടക്കുന്നു. 1912 ഇംഗ്ലണ്ടിൽ വെച്ച് ചാൾസ് ഡൗസൺ എന്ന പരിണാമശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച പിൽഡൌൺ ഫോസിലാണ് ശാസ്ത്രനാമത്തിലുള്ള വഞ്ചനക്ക് പ്രസിദ്ധമായ ഉദാഹരണം. മനുഷ്യനും കുരങ്ങിനുമിടയിലുള്ള പ്രധാനപ്പെട്ട മധ്യവർഗമായി ഇത് അവതരിപ്പിക്കപ്പെട്ടു. 30-ലധികം വർഷങ്ങൾ ഇത് പുരാവസ്തു കേന്ദ്രങ്ങളിൽ നരവാനരന്റെ ഫോസിലായി പ്രദർശിപ്പിക്കപ്പെട്ടു. എന്നാൽ 1949 ഇതൊരു കൊടും ചതിയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത്. ഉറാങ്ങുട്ടാങ്ങിന്റെ താടിയലിനെ മനുഷ്യ തലയോടിൽ സമർത്ഥമായി ഘടിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു പിൽഡൌൺ ഫോസിൽ. പരിണാമവാദികൾ നിർമ്മിച്ചെടുത്ത മറ്റൊരു മധ്യവർഗമാണ് നെബ്രാസ്ക മനുഷ്യൻ. 1922 ലഭിച്ച ഒരു പല്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. സുന്ദരമായൊരു ലാറ്റിൻ പേരും പരിണാമവാദികൾ അതിന് നൽകി. ഈ ജീവിയുടെ സാങ്കല്പിക ചിത്രങ്ങൾ പുറത്തു വന്നു. അല്പകാലത്തിനു ശേഷം നെബ്രാസ്ക മനുഷ്യൻ എന്ന സാങ്കല്പിക സൃഷ്ടിക്ക് നിദാനമായി ലഭിച്ച പല്ല് ഒരു കാട്ടുപന്നി വർഗത്തിന്റേതാണെന്ന് ബോധ്യമായി. കാട്ടുപന്നിയുടെ പല്ലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ പൂർവികനെ വരച്ചവരുടെ ശാസ്ത്രത്തോടും സത്യത്തോടുമുള്ള കടപ്പാട് അപാരം തന്നെ. പരിണാമത്തിന് തെളിവായി ഉന്നയിക്കപ്പെടുന്ന തലയോടുകൾ അതിനെ പിന്താങ്ങുന്നില്ലെന്ന വാസ്തവം പലപ്പോഴായി പിൽക്കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടു. നിയാന്തർദാൽ മനുഷ്യൻ 1856 പരിണാമത്തിനുള്ള തെളിവായി അവതരിപ്പിക്കപ്പെട്ട ഇത് 960 നിഷേധിക്കപ്പെട്ടു. പിൽഡൌൺ 1912 അവതരിപ്പിക്കപ്പെട്ടത് 1953 നിഷേധിക്കപ്പെട്ടു. സിൻജാന്ത്രോപ്പസ് 1959 അവതരിപ്പിക്കപ്പെട്ടത് 1960 തന്നെ നിഷേധിക്കപ്പെട്ടു. രാമാപിത്തിക്കസ് 1964 അവതരിപ്പിക്കപ്പെട്ടത് 1979 നിഷേധിക്കപ്പെട്ടു. സത്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മാധ്യമങ്ങളും സ്കൂൾ പാഠപുസ്തകങ്ങളുമെല്ലാം ജീവപരിണാമം ഒരു യാഥാർത്ഥ്യമാണെന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരിണാമവാദത്തിന്റെ ലോകത്തു തന്നെ അസ്വീകാര്യമായി ഒഴിവാക്കപ്പെട്ട തെളിവുകളാണ് കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളിൽ പോലും പരിണാമത്തിനുള്ള തെളിവുകളായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് ഏറെ ഖേദകരം. പുരോഗമിച്ചത് എന്നറിയപ്പെടുന്ന നാടുകളിലും നമ്മുടെ ഇന്ത്യയെപ്പോലെയുള്ള നാടുകളിലുമെല്ലാം ഒരേപോലെ പരിണാമവാദം തെറ്റിദ്ധാരണാജനകമായി പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ തങ്ങളുടെ പൂർവികൻ ഒരു കുരങ്ങാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടിയാണ് ഈ കള്ളക്കളികളെല്ലാം? പരിണാമവാദികൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു സത്യം മൂടിവെക്കാൻ വേണ്ടി. എന്താണ് ആ സത്യം? ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന യാഥാർത്ഥ്യം. ഓരോ ജീവിവർഗവും പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സത്യം അവയോരോന്നും വിളിച്ചോതുന്നുണ്ട്. സർവശക്തനായ സ്രഷ്ടാവിനെ അംഗീകരിക്കുവാൻ തങ്ങളുടെ അഹങ്കാരം മൂലം സാധിക്കാത്തവർ അവനെ നിഷേധിക്കുവാൻ വേണ്ടി പയറ്റുന്ന അടവുകളാണ്
പരിണാമവാദത്തിന്റെ ലോകത്ത് നാം കാണുന്നത്. തങ്ങളുടെ ചെയ്തികൾ മുഴുവനും വെളിവാക്കപ്പെടുകയും ഗർഭങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച ദൈവീക ഗ്രന്ഥം നൽകുന്ന മുന്നറിയിപ്പ് ശ്രവിച്ചിരുന്നുവെങ്കിൽ ശാസ്ത്രത്തിന്റെ പേരിൽ നടത്തുന്ന അന്ധമായ പ്രത്യയശാസ്ത്ര പ്രചരണത്തിന് അവർ മുതിരുകയില്ലായിരുന്നു.